ഹലോ കുട്ടികളെ, അപ്പോൾ +2 മാത്സ് എക്സാമാണ് നാളെ. അപ്പോൾ മാത്സ് എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അത് എങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ ഈ വീഡിയോകളിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 10 ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. കാരണം ആ ക്വസ്റ്റ്യനിൽ സാധാരണ ചോദിക്കാറുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വർഷം റിപ്പീറ്റ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. കാരണം +2 മാത്സിൻ്റെ പ്രത്യേകത ചില ചാപ്റ്റേഴ്സിൽ നിന്ന് ഇന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാലേ പറ്റൂ. കാരണം ആ ക്വസ്റ്റ്യൻസ് പഠിക്കാനാണ് നമ്മൾ ആ ചാപ്റ്റർ തന്നെ പഠിക്കുന്നത്. പക്ഷെ സ്റ്റിൽ എന്നാലും നമ്മൾ +2 കെമിസ്ട്രിയും ഫിസിക്സും ബോട്ടണിയൊക്കെ എക്സാംസിൽ ഡയറക്റ്റ് ചോദിക്കുന്ന പോലെ ഇത്തിരി ട്വിസ്റ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ചാപ്റ്ററിലും ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യും? ആക്ച്വലി ഡയറക്റ്റ് കോൺസെപ്റ്റ് തന്നെയായിരിക്കും, പക്ഷെ ഞാനൊന്ന് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ പ്രഡിക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഒരു കാരണവശാലും ഇത് മാത്രം പഠിച്ചിട്ട് പോകരുത്. ഓക്കെ, ചിലപ്പം എപ്പോഴും ഞാൻ പ്രഡിക്റ്റ് ചെയ്യണം വരണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, പക്ഷേ ഇത് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. നിങ്ങൾ ബാക്കി പഠിക്കുന്നതിൻ്റെ കൂട്ടത്ത് ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇത് വരാൻ സാധ്യത ഉണ്ടോ എന്ന് തിരുത്തിയൊക്കെ ചോദിക്കാം. പിന്നെ നോർമലി ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട്. അല്ല ട്വിസ്റ്റ് വന്നാൽ എങ്ങനെ ചെയ്യാനെന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ ഇപ്പോൾ എടുക്കാൻ നമ്മൾ 3D ആണ്. ഓക്കെ, 3D എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 4 to 5 മാർക്ക് ഷുവറാണ്, 4 മാർക്ക് ഷുവറാണ്. എപ്പോഴും ചോദിക്കുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഈ വർഷവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെയാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷേ ചിലപ്പോൾ മാറ്റി ചോദിക്കാം. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പഠിക്കണം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അറിയാത്ത കുട്ടികൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കും. ഇപ്പം ഞാൻ തരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരുന്നോ? ഇതിനൊക്കെ 1 മാർക്കും 2 മാർക്കും 3 മാർക്കും എല്ലാം കിട്ടും കേട്ടോ. ഫസ്റ്റ് ഒന്നുകിൽ 2 ലൈൻ തന്നു. ഓക്കെ, ഞാൻ എപ്പോഴും പറയും നമ്മൾ വെക്ടേഴ്സ് എന്ന ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അറിയാത്ത കുട്ടികൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. അങ്ങനെ വെക്ടർ ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട് ചാപ്റ്റർ. അതിൽ നിന്ന് വേറെ വെളിയിൽ ഒരു ക്വസ്റ്റ്യനും വരത്തില്ല. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. അത് പഠിച്ചാലേ 3D പഠിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പം 2 ലൈൻ ഇത് 2 വെക്ടർ ഇക്വേഷനാണ്. ഈ രണ്ട് വെക്ടേഴ്സ് 2 ലൈൻ തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ 2 ലൈൻസിൻ്റെ ഇടയിലുള്ള ഇതൊരു ലൈനാണ്. നമുക്കറിയാം ഒരു വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെക്ടർ ആർ ഓർ ലൈൻ ഇക്വേഷൻ എന്ന് A+λB എന്ന് പറഞ്ഞ ഫോമിലാണ് എഴുതുന്നത്. എ എന്ന് പറഞ്ഞത് ഇത് ആദ്യം തരുന്ന ഈ വെക്ടറാണ് എ വെക്ടർ. ലാംഡ ഇൻറ്റു അടുത്ത് തരുന്ന ഈ വെക്ടറിനെ വിളിക്കുന്നവരാണ് ബി വെക്ടർ. ഇത് വേറൊരു ലൈൻ. അപ്പം 2 ലൈൻ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും. R = A1 + λB1 എന്ന് പറഞ്ഞൊരു വെക്ടറും അടുത്ത വെക്ടർ R = A2 + വേറൊരു കോൺസ്റ്റന്റ് കൊടുക്കുക B2. ഇത് ഒരു ലൈൻ, ഇത് വേറൊരു ലൈൻ. ഈ 2 ലൈൻസിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഒരുപാട് വർഷം ചോദിച്ചിട്ടുള്ളത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഈ വർഷം അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഏതായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ഇങ്ങനെ ഒരു വെക്ടർ ഇക്വേഷൻ തന്നിരുന്നാൽ നിങ്ങൾ ആരാണ് A1 വെക്ടർ, ആരാണ് B1 വെക്ടർ, ആരാണ് A2 വെക്ടർ, ആരാണ് B2 വെക്ടർ എന്ന് എടുത്തെഴുതാൻ പഠിക്കുക. വേറെ ഒന്നുമില്ല. ആദ്യം കിടക്കുന്ന വെക്ടറാണ് A1 വെക്ടർ എന്ന് പറയുമ്പോൾ ആരാ പറ? 3i + 2j - 4k. ഇതാണ് ആരെന്ന് പറഞ്ഞാൽ A1 വെക്ടർ. B1 എന്ന് പറഞ്ഞാൽ അതിന്റെ പാരലൽ ആയിട്ടുള്ള വെക്ടറാണ്. ഇതാണ് B1 വെക്ടർ. ആരാ? i + 2j + 2k. ഇതാണ് ആരെന്ന് പറഞ്ഞാൽ B1 വെക്ടർ. ഇവിടെ പുതിയ അടുത്ത ലൈൻ ആയതുകൊണ്ട് ഇത് വേറൊരു ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ ആണ്. A2 വെക്ടർ ആരാണ്? 5i - 2j. കാരണം ഇവിടെ k ഇല്ല. അപ്പൊ നിങ്ങൾ +0k എന്ന് എഴുതിക്കോണം. ഏതെങ്കിലും ഒരു വെക്ടർ ഇല്ല, ഒരു കമ്പോണന്റ് വെക്ടർ ഇല്ലെങ്കിൽ അയാൾക്ക് നിങ്ങൾ എന്ത് കൊടുത്തോണം? 0 എന്ന് കൊടുത്തോണം. ക്ലിയർ? ഇനി B2 വെക്ടർ ആരാ? ഇയാളല്ലേ? 3i + 2j + 6k. ഇനി ഈ 2 ലൈൻസ് വെക്ടർ ലൈൻസിനിടയിൽ 2 ലൈൻസിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ യു ഹാവ് ടു യൂസ് ദിസ് ഫോർമുല. എന്ന് പറഞ്ഞാൽ B1.B2 ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 × മാഗ്നിറ്റ്യൂഡ് ഓഫ് B2. നമ്മൾ സാധാരണ ആംഗിൾ കണ്ടുപിടിക്കുമല്ലോ, അങ്ങനെ cos θ കിട്ടും. അവിടെ നിന്ന് θ = cos ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാം. ഇനി ഈ 2 ആൾക്കാർക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, 2 ലൈൻസിനിടയിലുള്ള ഏറ്റവും എന്താണ് ചെറിയ ഡിസ്റ്റൻസ്, ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറയണമെങ്കിൽ യു ഹാവ് ടു യൂസ് ദിസ് ഫോർമുല. B1 × B2 ഡോട്ട് A2 - i. അത് A2 - a1 കണ്ടുപിടിക്കുക. B1 × B2 കണ്ടുപിടിക്കുക. രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് വീണ്ടും എടുക്കുക. ദെൻ B1 × B2ന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്നത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിന് മോഡുലസ് എടുക്കുക. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വീഡിയോയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഫോർമുലേഷൻ അങ്ങ് ചെയ്താൽ പോരെ. ഫോർമുല മറന്നു പോകരുത്. ഒന്നുകിൽ ആംഗിൾ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിക്കാം. ഇത് ഡയറക്റ്റ് രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി വേറെ രീതിയിൽ ഈ ക്വസ്റ്റ്യനെ തന്നെ വേറെ പല ഡയമെൻഷനിൽ ചോദിക്കാം. അത് എങ്ങനെയൊക്കെ ചോദിക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരു 3 ഡയമെൻഷനിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. സംഭവം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കും. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേ
വെക്റ്റർ ഇക്വേഷന് പകരം കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ട് ആംഗിൾ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ പല കുട്ടികളും കാർട്ടീഷ്യൻ ഇത് എക്സും വൈയും ഒക്കെ വന്ന കാർട്ടീഷ്യൻ ഫോം എന്ന് പറയും. ഈ രീതിയിലും ആംഗിളും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേറെ ഫോർമുല ഉണ്ട്. പഠിക്കരുത്, ഒരിക്കലും പഠിക്കരുത്. എപ്പോഴും വെക്റ്റർ ഇക്വേഷനിലെ ഫോർമുല പഠിച്ചാൽ മതി. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിക്കുന്ന കാർട്ടീഷ്യനെ വെക്റ്ററിലാക്കാൻ പഠിക്കുക. ഞാൻ പറഞ്ഞുതരാം. വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇതല്ലേ വെക്റ്റർ ഫോം a r equal to a plus lambda b അല്ലേ വെക്റ്റർ ഫോം. ഇങ്ങനെ ആക്കാൻ പഠിക്കുക. ഇതിൽ ആരാണ് a ആരാണ് b എന്ന് ഞാനിപ്പ പറഞ്ഞു. ഇങ്ങ് നോക്കി ഇപ്പൊ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പൊ അത് മനസ്സിലാവും. ഓക്കെ, ഇങ്കപ്പാരി ഇത് ഈ ഇക്വേഷന്റെ വെക്റ്റർ ഇക്വേഷൻ പറയാണ്. r equal to പിള്ളേരെ a എന്ന് പറഞ്ഞാൽ ഇതാ മുകൾ നമ്മൾ ജനറലി ഒരു കാർട്ടീഷ്യൻ ഇക്വേഷൻ ഇങ്ങനെയാണ് x മൈനസ് a1 ബൈ ഇപ്പൊ x ഇങ്ങനെ ഇതിപ്പം x മൈനസ് a1 ബൈ a ഈക്വൽ ടു y മൈനസ് b1 ബൈ b ഈക്വൽ ടു z മൈനസ് c1 ബൈ c. ഇതാണ് ഒരു കാർട്ടീഷ്യൻ ഇക്വേഷന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഈ a1 b1 c1 എന്ന് പറയുന്നത് എന്റെ ഇതെന്ന് പറഞ്ഞ സംഭവം ഈ കറസ്പോണ്ടിങ് വെക്റ്റർ ഇക്വേഷൻ ഇങ്ങനെയാ a1i പ്ലസ് b1j പ്ലസ് c1k പ്ലസ് ലാംഡ ഇൻറ്റു a പ്ലസ് bj പ്ലസ് ck എന്ന്. ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞുതരാം. ഒന്നുമില്ല കുട്ടികളെ, എക്സിന്ന് ആരം ഇതാ ഈ ഐയുടെയും ജെയുടെയും കെയുടെയും എന്ന് പറഞ്ഞാൽ എ വെക്ടറിന്റെ ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പോണന്റിനെയാണ് നിങ്ങൾ എക്സിന്ന് മൈനസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. അവിടെ നോക്ക് എടാ, ഈ x പ്ലസ് 3 എന്നൊക്കെ ഇങ്ങനെ എഴുതിക്കൂടാ, എക്സ് മൈനസ് 3 എന്ന് എഴുതിക്കൂടെ കുട്ടികളെ എന്ന് പറഞ്ഞ ഇവിടെ എയുടെ കമ്പോണന്റ് ഇങ്ങനെയാണ് -3i. മനസ്സിലായോ? എന്നാൽ ഈ ഐയുടെ കോയിഫിഷ്യന്റിനെയാണ് നിങ്ങൾ ഇവിടെ എക്സ് നിന്ന് മൈനസ് ചെയ്യുന്നത്. പിടികിട്ടിയോ? അപ്പൊ y മൈനസ് ചെയ്ത 1 ആയതുകൊണ്ട് പ്ലസ് ആരാ? ജെ തന്നെയാണ്. കാരണം ഇത് ആര് തന്നെയാണ്? ഇത് y മൈനസ് 1 തന്നെയാണ്. ഇയാൾ ആരാ? z മൈനസ് 3. കാരണം മൈനസ് മാറ്റം പ്ലസ് ആയ. അപ്പൊ ഇതാണ് കെയുടെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞ. അപ്പൊ ആരാണ്? സോറി മൈനസ് ആരാ? 3k. ക്ലിയർ ആണ്? ഇതാണ് എ വെക്റ്റർ പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആൾക്കാരാണ് ബി വെക്റ്റർ എന്ന് പറഞ്ഞ. അപ്പൊ പറടാ സ്പീഡ് പറടാ. 3i പ്ലസ് 5j പ്ലസ് 5k. എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ഒരു വെക്ടർ എഴുതാൻ മനസ്സിലായില്ലേ? വെക്ടർ ഇക്വേഷൻ എഴുതാൻ പഠിയോ? മനസ്സിലായോ? എങ്കിൽ പിന്നെ അടുത്തത് നിങ്ങൾ പറന്നെഴുതും. 10ഉം 20ഉം ചിറകം വെച്ച് പറക്ക്. നിങ്ങൾ എല്ലാവരും ചിറകോടുകൂടി പറന്നുയരണം. അതാണ് എന്റെ ആഗ്രഹം. ഓക്കെ, ഇവിടെ എങ്ങനെ എഴുതാം? x -1. അപ്പൊ ആരാ? -1i എന്ന് പറയുമ്പോൾ -i. ഇത് y -4. അപ്പൊ ആര് തന്നെയാണ്? +4j. അടുത്ത് z -5. അപ്പൊ ആര് തന്നെയാണ്? +5k. ഇനി ഷോർട്ട് കട്ടി പറയുന്ന എടാ പിള്ളേരെ, ഇവിടെ പ്ലസ് കിടന്നാ മൈനസ് ആയിട്ട് എഴുതുക, മൈനസ് കിടന്നാ പ്ലസ് ആയിട്ട് എഴുതുക. പരിപാടി കഴിഞ്ഞാ അത്രേ ഉള്ളൂ. ഇവിടെ പ്ലസ് കിടന്നാൽ അപ്പുറത്ത് മൈനസ് ആയിട്ട് എഴുതുക, മൈനസ് കിടന്നാൽ അപ്പുറത്ത് പ്ലസ് ആയിട്ട് എഴുതുക. ഇതാണ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാത്ത കുട്ടികൾക്ക് ഷോർട്ട് കട്ട്. ഇവിടെ പ്ലസ് കിടന്നാൽ ഇവിടെ എഴുതുമ്പോൾ അത് മൈനസ് ആക്കുക, മൈനസ് കിടന്നാൽ ഇവിടെ എഴുതുമ്പോൾ അത് എന്താക്കുക? പ്ലസ് ആക്കുക. അങ്ങനെ കോയിഫിഷ്യന്റുകൾ എടുത്ത് എഴുതുക. ഡിനോമിനേറ്ററിലുള്ള ആൾക്കാരെ അതേപോലെ എടുത്ത് എഴുതുക. മുകളിലുള്ളവന്മാരാണ് എ വെക്ടർ, താഴെ ഉള്ളവന്മാരാണ് ബി വെക്ടർ. അപ്പൊ ഈ കാർട്ടീഷ്യന്റെ വെക്ടർ ഫോം ഇതാണ്. ഈ കാർട്ടീഷ്യന്റെ വെക്ടർ ഫോം ഒരാളെ കൂടെ ഉണ്ട്. പ്ലസ് ഓൾറെഡി നിങ്ങൾ ഒരു ലാംഡ എടുത്തതുകൊണ്ട് നിങ്ങളിവിടെ വേറൊരു കോൺസ്റ്റന്റ് എടുക്കാം, മ്യൂ എന്ന് എടുക്കാം കേട്ടോ. പറ ആരാ? i പ്ലസ് j പ്ലസ് 2k. അപ്പൊ തന്നിക്കുന്ന ക്വസ്റ്റ്യൻ കാർട്ടീഷ്യൻ ഫോം ആയിരുന്നു. നിങ്ങൾ അതിനെ ഏത് ഫോമിലോട്ട് മാറ്റി? വെക്ടറിലോട്ട് മാറ്റി. ചിലപ്പോൾ ഇതൊരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. കാർട്ടീഷ്യൻ ഫോം തന്നിട്ട് വെക്ടറിലോട്ട് ആക്കാൻ വേണ്ടി ചോദിക്കും. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം ക്വസ്റ്റ്യനെ വെക്ടർ ഫോമിലാക്കിയിട്ട് ഇനി ഇതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ അറിഞ്ഞൂടെ? ഇനി ഇതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അറിഞ്ഞൂടെ? നേരത്തെ പഠിപ്പിച്ച പോലെ a1 വെക്ടർ b1 വെക്ടർ a2 വെക്ടർ b2 വെക്ടർ ഫോമിൽ അപ്ലൈ ചെയ്യുക. ഷോർട്ടസ്റ്റ് എങ്കിൽ ഷോർട്ടസ്റ്റ്, ആംഗിൾ എങ്കിൽ ആംഗിൾ കണ്ടുപിടിച്ചോളുക. അപ്പം കാർട്ടീഷ്യൻ ഫോമിൽ തന്നിട്ട് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇനി അടുത്ത ടെസ്റ്റ് തിരിച്ച് ചിലപ്പോൾ 1 മാർക്കിനെ വെക്ടർ എന്നിട്ട് കാർട്ടീഷ്യൻ എഴുതാൻ പറയും. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നോളൂ. കാർട്ടീഷ്യൻ ഫോം എഴുതാൻ പറയും. കാർട്ടീഷ്യൻ. അപ്പൊ ഇയാളുടെ കാർട്ടീഷ്യൻ ഫോം ഒന്ന് എഴുതാൻ പഠിപ്പിക്കുകയാണേ. ഈ വെക്ടർ ജസ്റ്റ് നിങ്ങൾ പഠിപ്പിക്കാനോ ഒന്നുമില്ലടാ. x മൈനസ് പറയടാ. ഈ കോഎഫിഷ്യന്റ് ചുമ്മാ കൊടുത്താൽ മതി. 3 ബൈ ഇവിടത്തെ ആള് 1 ഇസ് ഈക്വൽ ടു y മൈനസ് ഈ കോഎഫിഷ്യന്റ് ചുമ്മാ കൊടുക്കുക ഡിവൈഡ് ബൈ ഇവിടത്തെ ആള് 2 ഇസ് ഈക്വൽ ടു z മൈനസ് ഇവിടുത്തെ കോഎഫിഷ്യന്റ് ആരാ? -4
ബൈ ഇയാൾ. മുകളിലൊക്കെ എന്ത് ചെയ്യുക, ഈ ആൾക്കാരെ മൈനസ് ചെയ്യുക, താഴെ ഈ ആൾക്കാരെ എടുത്തു കൊടുക്കുക. അതാണ് വെക്ടറിൽ നിന്ന് കാർട്ടീഷ്യൻ ഫോം എഴുതാൻ പറഞ്ഞ. ഇസഡ് മൈനസ് -4 ആകുമ്പോൾ എന്തായാലും മാറും +4. മുകളിൽ മൈനസ് ചെയ്യേണ്ടത് എ വെക്ടറിനെ ആയിരിക്കണം, താഴെ ബി വെക്ടർ അതേപോലെ എടുത്ത് എഴുതുക. അങ്ങനെ വെക്ടർ ഇക്വേഷൻ തന്നിട്ട് കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാം, എക്സാമിന് ചോദിക്കാം, കൂടെ എഴുതിക്കൊള്ളുക. ഞാൻ ഇതിലെ ആൻസറും കൂടെ പറഞ്ഞു പോവുകയാണ്. ഇത് 3Dയിലെ ആൻസറും കൂടെ പറഞ്ഞു പോയി. ചില ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ആൻസറും കൂടെ ഞാൻ പറഞ്ഞു പോകാം. ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. മാത്സ് ആയതുകൊണ്ടാണ് ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരും. എന്നാലും കുറച്ച് സ്പീഡിലേ നിൽക്കുള്ളൂ കേട്ടോ. ഞാൻ ചില ക്വസ്റ്റ്യൻ മാത്രം തരാമെന്ന് വിചാരിച്ചതാ. നിങ്ങൾക്ക് ആൻസറും കൂടെ എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ദിസ് ഇസ് ദ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ. ഈ വർഷത്തെ റാങ്ക് മേക്കിംഗ്. ട്വിസ്റ്റ് ഇടാം, ട്വിസ്റ്റ്. ഈ രണ്ടാൾക്കാരുടെ ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചാടിക്കയറി നേരത്തെ ഫോമുല അപ്ലൈ ചെയ്ത് കളയരുത്. ചാടിക്കയറി നമ്മൾ ആദ്യത്തെ ഫോമുല അപ്ലൈ ചെയ്യരുത്. ഈ ഫോമുല അപ്ലൈ ചെയ്താൽ കിട്ടില്ല. കാരണം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ലൈൻ എന്ന് പറഞ്ഞാൽ പാരലൽ ലൈനാണ്. ഈ രണ്ട് ലൈൻസ് പാരലൽ. എങ്ങനെ മനസ്സിലായി? ബി വെക്ടർ ഒരേപോലെ ആണെങ്കിൽ പാരലൽ, അല്ലെങ്കിൽ ബി വെക്ടർ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ പാരലൽ. 2i + 3j + 6k അല്ലേ? 2i + 3j + 6k അല്ലേ? അപ്പൊ ഈ രണ്ട്, അല്ലെങ്കിൽ 2i + 3j + 6k, ഇതൊരു 4i + 6k + 12k. ഇതിന്റെ ഒരു പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വേറൊരു വെക്ടറാണ് ഇവിടെ വന്നിരുന്നെങ്കിലും രണ്ടും പാരലല്ല. പാരലൽ ലൈൻസിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോമുല പഴയ ഫോമുല അല്ല, ഈ കാരണം ഇവിടെ ബി വെക്ടേഴ്സ് സെയിം ആയതുകൊണ്ട് ബി എന്ന് മാത്രം എടുത്താൽ. അപ്പം b1 × b2 എന്ന് പറഞ്ഞ ടേം അവിടെ ഇല്ല, വെറും ബി എന്ന് പറഞ്ഞ ടേം മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തോളുക, മറന്നു പോകരുത്. ഈ ഫോർമുല അപ്ലൈ ചെയ്തോണം ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ഈ വർഷം ട്വിസ്റ്റ് ചെയ്ത് ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻ എന്ന് തന്നിട്ട് പാരലൽ ലൈൻസ്, ഈ രണ്ട് ലൈൻസ് പാരലൽ ലൈൻസ് ആയിരിക്കും തരുന്നത്. മറ്റേ ഫോമുല അപ്ലൈ ചെയ്താൽ 0 എന്ന് കിട്ടും. ആൻസർ തെറ്റിപ്പോകും നിങ്ങൾക്ക്. അപ്പോൾ ഓർത്തിരിക്കുക, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻ ഈ വർഷം എക്സ്പെക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെയാണ്, എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യനാ, പക്ഷെ അമരെ മാറ്റും. ഇങ്ങനെയാണ് കെമിസ്ട്രിയിൽ ട്വിസ്റ്റ് ചെയ്തത്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ഇത് ഓർത്തിരുന്നോ, ചോദിക്കുമെന്ന് എനിക്ക് എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. പ്രഡിക്ഷൻ തെറ്റാം, പക്ഷെ വന്നാൽ അത് ചരിത്രമായിരിക്കും. നിങ്ങളിത് പഠിച്ചിട്ട് പോവുക. ക്ലിയർ? +1 കെമിസ്ട്രിയിൽ പ്രഡിക്റ്റ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നത്. നോക്കിയിട്ട് പോവാം. ഇത് എളുപ്പ ടോപ്പിക്, ഈസി ടോപ്പിക്, ഏതൊരു ക്വസ്റ്റിനും 4 മാർക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ടെസ്റ്റ് നോക്കിയിട്ട് പോവാം. പാരലൽ ലൈൻസ്, രണ്ട് ലൈൻസ് പാരലൽ ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ ആൾക്കാർ ബി വെക്ടേഴ്സ് എന്താണോ നോക്കിയാൽ മതി. നിങ്ങൾ പ്രൊപ്പോർഷണൽ ആണോ നോക്കിയാൽ അത് പാരലൽ ലൈൻസ് ആയിരിക്കും. ഇനി രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണോ നോക്കാൻ പറഞ്ഞാൽ ബി വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. b1 · b2 അത് 0 ആയിരിക്കും. 0 ആണെങ്കിൽ പെർപെൻഡിക്കുലർ. ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ബി വെക്ടേഴ്സ്, എ വെക്ടറിന് പ്രാധാന്യമില്ല. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ബി വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. 0 ആണെങ്കിൽ പെർപെൻഡിക്കുലർ. ബി വെക്ടേഴ്സ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ പാരലൽ. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ റേഷ്യോ, ഇയാളെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ഇയാൾ കിട്ടുന്നത്. അതാണ് പ്രൊപ്പോർഷണൽ. ഈ രണ്ട് വെക്ടറും പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഈ രണ്ട് ലൈൻ പാരലൽ എന്ന് പറയും. ഓക്കെ, ഓർത്തിരിക്കുക. ലാസ്റ്റ് ട്വിസ്റ്റ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെയാണ്, പക്ഷെ ഇങ്ങനെ ചോദിക്കാം. ഡയറക്റ്റ് ആയിട്ട് വെക്ടർ ഇക്വേഷൻ തരത്തില്ല. വെക്ടർ ഇക്വേഷൻ തരും, പക്ഷെ വേറൊരു ഫോർമാറ്റിൽ കിടക്കും. ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റാങ്ക് മേക്കിംഗ്. ഒരു പാട്ടുണ്ട്, ഡാണ്ടണക്കണ്ടില്ല, അങ്ങനെ ഒരു പാട്ടില്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്ന അനന്തർ റാങ്ക് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഈ രണ്ട് ലൈൻസിന്റെ ഇടയിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആംഗിൾ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒന്നെങ്കിൽ ആംഗിൾ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, രണ്ടും ഒരേ കോൺസെപ്റ്റ് തന്നെയാണ്. ഫോമുല മാറ്റിയാൽ മതി. അതാണ് ചോദിക്കാൻ പോകുന്നത്. ഇങ്ങനെ തന്നിരുന്നാൽ ഇതിനൊന്നും നമുക്ക് അറിയാവുന്ന രീതിയിൽ ആദ്യം മാറണം. എന്ന് പറഞ്ഞാൽ ഫുൾ അങ്ങ് ഓപ്പൺ ചെയ്യുക. ആൻസറും കൂടെ തരയാണേ, ജസ്റ്റ് ഇതിന്റെയും കൂടെ കേട്ടോ. എങ്ങനെയാ? വെക്ടർ r = അകത്തോട്ട് കേട്ടാ അപ്പൊ 1 × i ആരുടെ i -t i പ്ലസ് മൾട്ടിപ്ലൈ t × j tj -2j പ്ലസ് 3k -2tk എല്ലാം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് t ഇല്ലാത്ത ആൾക്കാരെയൊക്കെ പിടിച്ച് അടുത്ത് എഴുതുക. എന്ന് പറയുമ്പോൾ ആരാ? i -2j പ്ലസ് 3k. എന്നിട്ട് t ഉള്ളവന്മാരെയൊക്കെ പിടിച്ച് അടുത്ത് എഴുത്. -ti പ്ലസ് tj -2tk. എന്നിട്ട് എൻ്റെ കുട്ടികൾ അടുത്ത സ്റ്റെപ്പ് മാജിക് സാർ പറഞ്ഞുതരാം. 2j പ്ലസ് 3k. എല്ലാത്തിൽ നിന്നും t കോമൺ എടുക്കും. പ്ലസ് t കോമൺ എടുക്കണം. കോമൺ എടുക്കുമ്പോൾ ബാക്കി ഇവിടെ ഉള്ള ആരാ? -i പ്ലസ് j -2k. ഈ 3 ടേമിനും t കോമൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ വെക്ടർ ഇക്വേഷൻ a1 വെക്ടർ b1 വെക്ടർ മാറി. എല്ലാം ഓപ്പൺ ചെയ്യുക. t
ടി ഇല്ലാത്ത ആൾക്കാരെ എടുക്കുക, ടി ഉള്ള ആൾക്കാരിന് ടി കോമൺ എടുത്ത് എഴുതുക. സോ വെക്റ്റർ ഇക്വേഷൻ മാറി. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സിമിലർലി ഇവിടെയും ആർ ഈക്വൽ ടു ഓപ്പൺ ചെയ്യണം. ഐ ഓപ്പൺ ചെയ്യുമ്പോൾ എസ് ഐ പ്ലസ് ഐ പ്ലസ് 2sj മൈനസ് ജെ. ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. മൈനസ് 2sk മൈനസ് കൊണ്ട് അകത്ത് കയറ്റിയാണ് ഓപ്പൺ ചെയ്യാൻ ശ്രദ്ധിക്കണം. മൈനസ് 2sk മൈനസ് 2sk മൈനസ് 1k മൈനസ് k. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? ഐ മീൻസ് ഇത് എസ് ആണ്, എൻ്റെ എക്സ് തന്നെ എനിക്ക് പ്രശ്നം. ഇത് എസ് ആണ്. ഓക്കെ, 5 എന്ന് വിചാരിച്ചോളേ. അപ്പം ഐയുടെ ടേം മറ്റേ എസ് ഇല്ലാത്തവന്മാരെയൊക്കെ ഒരുമിച്ച് വിളി. ഐ ഇത് ഐ മൈനസ് ജെ മൈനസ് കെ. പിന്നെ എസ് ഉള്ളവന്മാരെയൊക്കെ ഒരുമിച്ച് ചെയ്ത് എസ് ഐ പ്ലസ് 2sj മൈനസ് 2sk. ഇനി ആരാ? ഐ മൈനസ് ജെ മൈനസ് കെ പ്ലസ് എസ് പുറത്തെടു കുട്ടികളെ. എസ് കോമൺ എടുത്താൽ ബാക്കിയുള്ള ആൾക്കാരോട് ഐ പ്ലസ് 2j മൈനസ് 2k. എഗൈൻ നിങ്ങൾക്ക് വെക്ടർ ഇക്വേഷൻ കിട്ടിയില്ലേ? അപ്പൊ ഇതൊരു വെക്ടർ ഇക്വേഷനായി, ഇത് വേറൊരു വെക്ടർ ഇക്വേഷനായി. സംശയമുണ്ടോ? ഇനി ഈ രണ്ടാൾക്കാർക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ആംഗിൾ എങ്കിൽ ആംഗിൾ നിങ്ങൾ എന്ത് ചെയ്തോളുക? കണ്ടുപിടിച്ചോളുക. ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? പിടി കിട്ടിയോ? അങ്ങനെ പല ഡയമെൻഷനിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. പഠിച്ചിട്ട് പോണേ. ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം A1 വെക്ടർ, B1 വെക്ടർ, A2 വെക്ടർ, B2 വെക്ടർ. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി ഒന്ന് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാനും കൂടെ പഠിക്കണം. കാരണം എക്സാംസ് മേ ബി ട്വിസ്റ്റ് ആകാം. പക്ഷെ ഇത് ഭയങ്കര ഈസിയാ. നിങ്ങൾ വന്ന് അയ്യോ സാറേ നമ്മൾ പഠിച്ചില്ല എന്ന് പറയും. അപ്പൊ ആരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വിടരുത്. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും സ്ഥിരം ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസും ഞാൻ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. കാരണം LPP ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നില്ല. LPPയുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഗ്രാഫ് വരയ്ക്കാൻ, മാക്സിമം അല്ലെങ്കിൽ മിനിമം ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും. ഞാൻ 10 മാർക്കിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള അതിലെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുള്ളൂ. ഞാൻ LPP അറിയാത്ത കുട്ടികൾക്ക് LPPയുടെ ഞാൻ ഒരു പ്രോബ്ലം, ഒരു 15 മിനിറ്റ് ഉള്ള ഒരു പ്രോബ്ലം അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു പ്രോബ്ലം മാത്രം പഠിച്ചാൽ LPPയിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അതിന്റെ ലിങ്കും കൂടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തരാം. നിങ്ങൾ ഒന്നും അറിയാത്ത കുട്ടികൾ ഈ 2 വീഡിയോ പഠിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഞാനിത് ആൻസേഴ്സ് എടുത്തു തന്നതല്ല, ക്വസ്റ്റ്യൻസ് മാത്രം തന്നെയാണ്. പിന്നെ ട്വിസ്റ്റ് വന്നതുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്യുന്ന സീരീസ് ആണ്. ത്രൂ ഔട്ട് എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് നാളെ വരാൻ പ്രതീക്ഷയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ദയവ് ചെയ്ത് പ്രഡിക്ഷൻ മാത്രം പഠിക്കരുത്. വന്നില്ല എങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമില്ല, വന്നില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അത്രയും മാത്രം ചെയ്തു വരിക. അത് പഠിച്ചിട്ട് പോകും. അപ്പം എനിക്കും ഭാഗ്യം, നിങ്ങൾക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അല്ലെങ്കിൽ അതിൽ ഒരു കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് എങ്കിലും വന്നിരിക്കും. ആരും തോക്കത്തില്ല. അറൗണ്ട് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്കിലും വന്നിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മാക്സിമം വീഡിയോസ് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വീഡിയോ കാണാം.